ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ ഡോൺ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ പ്രഭാതം എന്നതിലെ ആദ്യത്തെ പാഠഭാഗമായ ദ ജംഗിൾ എയർ ക്രാഷ് എന്നതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ധൈര്യത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നേരിട്ട് ജീവിത വിജയം കൈവരിച്ചവരെ കുറിച്ചുള്ള ഒരു അധ്യായമാണിത്. ജൂലിയാനെ കോപ്കെ എന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് ദ ജംഗിൾ എയർ ക്രാഷ് എന്ന നമ്മുടെ ഈ പാഠഭാഗം. വളരെ അപകടം നിറഞ്ഞ സാഹചര്യത്തെ അവൾ കൈകാര്യം ചെയ്ത രീതി മനുഷ്യ മനസ്സിൻ്റെ സമാനതകളില്ലാത്ത ശക്തിയെയും എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ഇച്ഛാശക്തിയെയും വിജയിക്കാനുള്ള ദൃഢനിശ്ചയത്തെയും ഉദാഹരിക്കുന്നു. പാഠഭാഗത്തിലേക്ക് പോകുന്നതിനു മുൻപ് നമ്മുടെ രചയിതാവിനെ ഒന്ന് പരിചയപ്പെടാം. ജൂലിയാനെ കോപ്കെ. ജൂലിയാനെ ഡില്ലർ അഥവാ ജൂലിയാനെ മാർഗരറ്റ് കോപ്കെ ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആയിരുന്നു. പെറുവിലെ മഴക്കാടുകളിൽ 1971 ഡിസംബർ 24 നടന്ന ലാൻസ 508 എന്ന വിമാനത്തിൻ്റെ തകർച്ചയിൽ 92 യാത്രക്കാരുടെയും ജോലിക്കാരുടെയും ഇടയിൽ നിന്നും അതിജീവിച്ച ഒരേ ഒരു വ്യക്തിയാണ് അവർ. വായനക്കാരുടെ മനസ്സിൽ വേദന ജനിപ്പിക്കുകയും ആവേശം ജനിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ ഓർമ്മക്കുറിപ്പായ വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ എന്നത് അന്താരാഷ്ട്ര വിപണിയിലൂടെ പ്രസിദ്ധമായതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ദ ജംഗിൾ എയർ ക്രാഷ്, വനത്തിലെ വിമാന അപകടം. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്. ഞാൻ എപ്പോഴും വിമാനയാത്ര ആസ്വദിച്ചിരുന്നു. My mother and I boarded Lanza Airlines Flight 508 as I had just finished secondary school in Lima. ലിമയിലെ എൻ്റെ സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കിയ ശേഷം ഞാനും എൻ്റെ അമ്മയും ലാൻസ വിമാന കമ്പനിയുടെ 508 നമ്പർ ഫ്ലൈറ്റിൽ യാത്രക്കാരായി കയറി. ലാൻസ എയർലൈൻസ് എന്നത് പെറുവിലെ ഒരു വിമാന കമ്പനിയാണ്. അതുപോലെ ലിമ പെറുവിൻ്റെ തലസ്ഥാനവുമാണ്. And we wanted to spend Christmas with my father in our jungle hut. ഞങ്ങളുടെ വനത്തിലെ കുടിലിൽ അച്ഛനോടൊത്ത് ക്രിസ്മസ് ആഘോഷിക്കണമായിരുന്നു. Daddy, an ecologist, and mother, an ornithologist, held professorships at San Marcos University in Lima. And we spent a lot of time in the jungle where they carried out research. പരിസ്ഥിതി ശാസ്ത്ര ഗവേഷകനായ അച്ഛനും പക്ഷി നിരീക്ഷകയായ അമ്മയും ലിമയിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസേഴ്സ് ആയിരുന്നു. അച്ഛനും അമ്മയും അവരുടെ ഗവേഷണം നടത്തിയിരുന്നത് വനങ്ങളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ധാരാളം സമയം ചിലവഴിച്ചിരുന്നു. I was sitting in the third row of seats from the rear, next to the window. പിറകിൽ നിന്നും 3ാമത്തെ വരിയിലെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്, ജനലിനടുത്തുള്ള. മദർ സാറ്റ് ബിസൈഡ് മീ ആൻഡ് എ മാൻ വി ഡിഡ്ന്റ് നോ ഓൺ ദ ഐൽ. അമ്മ എൻ്റെ അടുത്തും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വഴിയുടെ അടുത്ത സീറ്റിലും. എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ. ദ ടേക്ക് ഓഫ്, ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് ആൻഡസ്, ബ്രേക്ക്ഫാസ്റ്റ്, the smiling stewardesses, then the green jungle stretching east to the horizon. People were reading or chatting. Everyone was in a holiday mood. എല്ലാം സാധാരണ പോലെ കാണപ്പെട്ടു. പുറപ്പെടൽ, മഞ്ഞുമൂടിയ ആൻഡസ് പർവ്വതങ്ങൾക്കു മുകളിലൂടെയുള്ള പൊങ്ങിപ്പറക്കൽ. ആൻഡസ് എന്നത് സൗത്ത് അമേരിക്കയിലെ ഒരു പർവ്വതമാണ്. പ്രഭാത ഭക്ഷണം, ചിരിക്കുന്ന വിമാന ജോലിക്കാർ, കിഴക്കൻ ചക്രവാളം വരെ പരന്നു കിടക്കുന്ന പച്ചക്കാട്, ആളുകൾ വായിക്കുന്നതും സംസാരിക്കുന്നുമുണ്ടായിരുന്നു. എല്ലാവരും ഒരു അവധിക്കാല ഭാവത്തിലായിരുന്നു. In clear weather, the flight from Lima to Pucallpa is one of the most beautiful in the world. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ലിമയിൽ നിന്നും പുക്കാൽപ്പ എന്ന സ്ഥലത്തേക്കുള്ള യാത്ര ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ്. But 30 minutes after takeoff, when we were over the jungle, visibility diminished. പക്ഷേ യാത്ര പുറപ്പെട്ട് 30 മിനിറ്റിന് ശേഷം ഞങ്ങൾ കാടിനു മുകളിൽ എത്തിയപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. And then all of a sudden we hit a storm front. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഒരു കൊടുങ്കാറ്റിനെ നേരിട്ടു. And
this time it was completely different from anything I had experienced before. പക്ഷേ ഈ തവണ ഞാൻ എല്ലാ പ്രാവശ്യവും അനുഭവപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. Broad daylight turned into night around us. തിളക്കമുള്ള പകൽ ഞങ്ങൾക്ക് ചുറ്റും രാത്രിയായി മാറി. Lightning was flashing incessantly from all directions. ഇടിമിന്നൽ എല്ലാ ഭാഗത്തു നിന്നും നിർത്താതെ വെളിച്ചമടിച്ചു. Incessantly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ. At the same time, an invisible power began to shake our airplane as if it were a plaything. ആ സമയം ഒരു അജ്ഞാത ശക്തി ഞങ്ങളുടെ എയ്റോപ്ലെയിനെ പിടിച്ചുകുലുക്കാൻ തുടങ്ങി, ഒരു കളിപ്പാട്ടത്തെ എന്ന പോലെ. People cried out as objects fell on their heads. ആളുകൾ കരയാൻ തുടങ്ങി, വസ്തുക്കൾ അവരുടെ തലയിൽ വീഴാൻ തുടങ്ങിയപ്പോൾ. Bags, flowers, packages, toys, jackets and clothing rained down hard on us. ബാഗ്, പൂക്കൾ, പെട്ടി, കളിപ്പാട്ടം, വസ്ത്രം എല്ലാം ഒരു മഴയെ പോലെ ഞങ്ങളുടെ മേൽ വീണു. സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. സാൻഡ്വിച്ചിന്റെ ട്രേയും അതുപോലെ ബാഗും വായുവിൽ പറന്നു നടന്നു. പീപ്പിൾ വർ ഫ്രൈറ്റൻഡ്. ആളുകൾ ആകെ ഭയപ്പെട്ടു. ദേ സ്ക്രീംഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ. അവർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, അതുപോലെ കരഞ്ഞു. ഔട്ട്സൈഡ് ഐ സോ എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദ റൈറ്റ് വിങ്. പുറത്ത് വിമാനത്തിന്റെ വലത്തെ ചിറകിൽ നിന്നും ശക്തമായ ഒരു തരത്തിലുള്ള മഞ്ഞ നിറം ഉദിച്ചു നിൽക്കുന്നതായി ഞാൻ കണ്ടു. I was blinded by that blazing light. ശക്തമായ വെളിച്ചം കൊണ്ട് അന്ധമായതുപോലെ തോന്നി. While at the same time, അതേ സമയം I heard my mother saying quite calmly. എൻ്റെ അമ്മ വളരെ ശാന്തമായി പറയുന്നത് ഞാൻ കേട്ടു. Now it's all over. ഇപ്പോൾ എല്ലാം തീരും. An instant later, there was a violent shaking and I found myself outside the plane. ഒരു നിമിഷം കഴിഞ്ഞ് അതികഠിനമായ കുലുക്കം. പിന്നീട് ഞാൻ വിമാനത്തിന്റെ പുറത്തേക്ക് തെറിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. Flying apart from it, still strapped into my seat. വിമാനത്തിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു, പക്ഷേ അപ്പോഴും സീറ്റിൽ ഉറച്ചിരിക്കുന്നു. ബട്ട് ഐ വാസ് അലോൺ. പക്ഷേ ഞാൻ ഒറ്റക്കാണ്. അലോൺ ആൻഡ് ഐ വാസ് ഫാളിങ്. ഞാൻ ഒറ്റക്കായിരുന്നു, ഞാൻ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ക്യാൻ റിമെമ്പർ ടേണിംഗ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ തലകീഴായി മറിയുന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നു. ഐ റിമെമ്പർ തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ക് ലൈക്ക് കോളിഫ്ലവേഴ്സ്. താഴെയുള്ള വനത്തിലെ മരങ്ങൾ കോളിഫ്ലവർ പോലെയാണെന്ന് ചിന്തിച്ചത് ഞാൻ ഓർക്കുന്നു. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നസ്. പിന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സ്റ്റിൽ ലൈറ്റ് വെൻ ദ റെയിൻ വോക്ക് മീ അപ്പ്. മഴ എന്നെ ഉണർത്തിയപ്പോൾ വെളിച്ചമുണ്ടായിരുന്നു. I was laying under a section of 3 seats turned upside down. തലകീഴായി കിടക്കുന്ന 3 സീറ്റുകൾ അടങ്ങുന്ന ഒരു സെക്ഷന്റെ താഴെ ഞാൻ കിടക്കുകയായിരുന്നു. There was no sign of my mother, of any other passengers or of the plane. എൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യാത്രക്കാരൻ്റെയോ അല്ലെങ്കിൽ പ്ലെയിനിൻ്റെയോ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല. All I could hear were the frogs croaking. എനിക്കാകെ കേൾക്കാൻ കഴിയുന്നത് തവളകളുടെ കരച്ചിലാണ്. And the rain. പിന്നെ മഴയും. I had a bump on my head and a gash in my foot. എൻ്റെ തലയിൽ ഒരു മുഴയുണ്ടായിരുന്നു, എൻ്റെ കാലിൽ ഒരു വലിയ മുറിയും. I felt no pain. എനിക്കൊരു വേദനയും അനുഭവപ്പെട്ടില്ല. ബട്ട് ഐ കുഡിന്റ് മസ്റ്റർ ദ എനർജി ടു മൂവ് ആൻഡ് ലുക്ക് റൗണ്ട്. ചുറ്റുപാട് നോക്കാനും നീങ്ങാനുമുള്ള ഊർജം എനിക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. Thus I spent the whole night lying under the seat half asleep in shock. അതുകൊണ്ട് ആ രാത്രി മുഴുവൻ ആ സീറ്റിനടിയിൽ പാതി മയക്കത്തിൽ ഭയത്തിൽ ചെലവഴിച്ചു. The next morning I crawled out slowly because everything swam dizzily before me. അടുത്ത പ്രഭാതത്തിൽ ഞാൻ പുറത്തേക്ക് മെല്ലെ ഇഴഞ്ഞു വന്നു. എൻ്റെ മുന്നിൽ എല്ലാം തലകറക്കം പോലെ നീന്തുന്നത് തോന്നി. I saw a small package and opened it. ഞാൻ ഒരു ചെറിയ പൊതി കണ്ടു, അത് തുറക്കുകയും ചെയ്തു. It contained some sweets and a Christmas cake. അതിൽ കുറച്ച് മധുരവും ഒരു ക്രിസ്മസ് കേക്കും ഉണ്ടായിരുന്നു. I tasted the cake and dropped it. ഞാൻ ആ കേക്ക് രുചിച്ചു നോക്കുകയും പിന്നീട് അത് കളയുകയും ചെയ്തു. ഇറ്റ് വാസ് സോക്കിംഗ് വെറ്റ് ആൻഡ് റിവോൾട്ടിംഗ്. കാരണം അത് നനഞ്ഞ് നാശമായി കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഐ പിക്ക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് വിത്ത് വിച്ച് ടു പ്രോപ്പ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് സ്നേക്സ്, പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻറ്റ്സ്. പിന്നീട് ഞാനൊരു നീണ്ട വടിയെടുത്തു, നിലം പരിശോധിക്കുകയും പാമ്പ്, വിഷമുള്ള ചിലന്തി, ഉറുമ്പ് എന്നിവയെ ഒഴിവാക്കുകയും ചെയ്യാൻ വേണ്ടി.
പ്രോബ് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. മൈ പാരൻസ് ഹാഡ് ടോട്ട് മീ അബൌട്ട് ദ പെറിൽസ് ഓഫ് ദ ജംഗിൾ ഇൻ ദ ഇയേഴ്സ് വി ഹാഡ് ലിവ്ഡ് ഇൻ ഇറ്റ്. എൻ്റെ രക്ഷിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വനത്തിലെ അപകടങ്ങളെക്കുറിച്ച്, ഞങ്ങൾ വനത്തിൽ താമസിച്ചിരുന്ന വർഷങ്ങളിൽ. ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ബിഗ് ആനിമൽസ് ദാറ്റ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് ദ സ്നേക്സ് ആൻഡ് ദ ഇൻസെക്ട്സ്. എന്താണ് പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ വലിയ മൃഗങ്ങളല്ല അപകടകാരികൾ, പക്ഷേ പാമ്പും പ്രാണികളുമാണെന്ന്. ഫീലിംഗ് അഹെഡ് വിത്ത് ദ സ്റ്റിക്ക് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ. ആ വടി ഉപയോഗിച്ച് മുന്നോട്ടുള്ള വഴി പരിശോധിച്ച് ഞാൻ എൻ്റെ അമ്മയെ നോക്കാൻ തുടങ്ങി. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി, അതുകൊണ്ട് തന്നെ ഓരോ അടിക്ക് ശേഷവും എനിക്ക് വിശ്രമിക്കേണ്ടി വന്നു. After hours of poking around, I heard gentle splashing nearby and discovered a tiny brook. മണിക്കൂറുകളോളം വടിവെച്ച് കുത്തിക്കൊണ്ട് നടന്നു. അരികെ എവിടെയോ വെള്ളമൊഴുകുന്ന ഒരു ശബ്ദം കേട്ടു. ഒരു ചെറിയ അരുവി ഞാൻ കണ്ടുപിടിച്ചു. My parents had impressed on me that when lost in the jungle, one should always look for streams and then follow them to larger streams. എൻ്റെ രക്ഷിതാക്കൾ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വനത്തിൽ എപ്പോഴെങ്കിലും അകപ്പെട്ട് വഴി തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കേണ്ടത് ഒരു അരുവി കണ്ടെത്താനാണെന്ന്, എന്നിട്ട് അതിനെ പിന്തുടർന്ന് വലിയ അരുവികൾ പിന്തുടരുക എന്നും. Rivers are what the roads are here, and the Indian tribes and the white plantation people live on their banks. നദികളാണ് ഇവിടുത്തെ റോഡുകൾ. ഇന്ത്യൻ ട്രൈബ്സ് അഥവാ ആദിവാസികൾ അല്ലെങ്കിൽ വെള്ളക്കാരായ തോട്ടം മുതലാളികളും ജീവിക്കുന്നത് നദീതീരത്തിലാണ്. റിവേഴ്സ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് പെറു മിയാൻഡർ ആൻഡ് സർക്കിൾ. പെറുവിലെ ഉഷ്ണമേഖലാ വനത്തിലെ നദികളെല്ലാം ചുറ്റിക്കറങ്ങുന്നതും വളഞ്ഞു പോകുന്നതുമാണ്. One can walk for kilometers along a bank and only advance 100 meters towards one's destination. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കിലോമീറ്ററുകളോളം നദീതീരത്തിലൂടെ നടന്നാലും 100 മീറ്റർ മാത്രമേ ലക്ഷ്യത്തിലേക്ക് നടന്നിട്ടുണ്ടാവുകയുള്ളൂ. ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ നിയർ ഓർ ഇൻ ദ സ്ട്രീം. പക്ഷേ എനിക്ക് അരുവിയുടെ അരികിലോ അതിലൂടെയോ നടക്കണമായിരുന്നു. ഇറ്റ്സ് ബാങ്ക്സ് വെർ ഓവർഗ്രോൺ വിത്ത് ടാങ്കിൾഡ് വൈൻസ് മേക്കിംഗ് എവറി സ്റ്റെപ്പ് arduous. അതിന്റെ തീരമെല്ലാം കെട്ടുപിണഞ്ഞ വള്ളിച്ചെടികളാണ്. ടാങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുപിണഞ്ഞ. ഓരോ അടിയും കഠിനവുമായിരുന്നു. ആർഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനം. സംടൈംസ് ഐ ഹാഡ് ടു വെയ്റ്റ് ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ് റോട്ടഡ് ട്രീ ട്രങ്ക്സ് ബാർഡ് മൈ വേ. ചിലപ്പോൾ എല്ലാം എനിക്ക് വെള്ളത്തിലൂടെ ബുദ്ധിമുട്ടി നടക്കേണ്ടി വന്നിരുന്നു. ജീർണിച്ച മരത്തടികൾ എന്റെ വഴിയെ തടസ്സപ്പെടുത്തി. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. എല്ലാം പതിയെ പോയിക്കൊണ്ടിരുന്നു. നൈറ്റ്സ് ഇൻ ദ ജംഗിൾ ആർ അട്രാക്റ്റീവ് ഓൺലി ഇൻ ഫിലിംസ്. സിനിമകളിൽ മാത്രമാണ് വനത്തിലെ രാത്രി മനോഹരമാകുന്നത്. ഇൻ റിയൽ ലൈഫ് ദേ ആർ ഫ്രൈറ്റനിങ്. യഥാർത്ഥ ജീവിതത്തിൽ അത് ഭയാനകമാണ്. There was always a rustling somewhere. Snakes? Something was crawling over my legs. A tarantula. എപ്പോഴും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. റെസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂളമടിക്കുന്നത് പോലെയുള്ള ശബ്ദം. സ്നേക്സ്, അത് പാമ്പുകളാണോ? എന്തോ ഒന്ന് എൻ്റെ കാലുകൾക്ക് മുകളിലൂടെ ഇഴയുന്നുണ്ടായിരുന്നു. അവസാനം കുട്ടി കണ്ടെത്തി അതൊരു ചിലന്തിയായിരുന്നു. ടാരന്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലന്തി. ഈവൻ ദ എയർ സീം പോയ്സൺഡ് ബൈ ഡീക്കേയിങ് ട്രീസ്. ചീഞ്ഞളിഞ്ഞ മരങ്ങളാൽ വായുവും വിഷമുള്ളതുപോലെ തോന്നി. ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടക്ക് മാത്രം, അതായത് കുട്ടി ഇടയ്ക്കിടക്ക് ഉറങ്ങുന്ന ഒരു ഉറക്കം ഞാൻ ഉറങ്ങി എന്നാണ് പറയുന്നത്. ഓൺ ദ തേർഡ് ഡേ ഐ ഹേർഡ് വൾച്ചേഴ്സ്. മൂന്നാമത്തെ ദിവസം ഞാൻ കഴുകന്മാരുടെ ശബ്ദം കേട്ടു. വൾച്ചർ എന്ന് പറഞ്ഞാൽ കഴുകൻ. Where there are vultures, there are usually bodies. എവിടെയാണോ കഴുകന്മാരുണ്ടാവുക അവിടെ ശവശരീരമുണ്ടാകും. I came upon a piece of airplane fuselage and saw twisted cables. വിമാനത്തിന്റെ പ്രധാന ഭാഗത്തിന്റെ ഒരു കഷ്ണം എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല കെട്ടിപ്പിണഞ്ഞ കേബിളുകളും. The place stank of burnt fuel. ആ സ്ഥലത്ത് കത്തിയ ഇന്ധനത്തിന്റെ ദുർഗന്ധം നിറഞ്ഞു. But I could find no survivors. പക്ഷേ എനിക്ക് അതിജീവിച്ച ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. During the afternoon I heard the noise of aircraft engines. വൈകുന്നേരം വിമാന എഞ്ചിനിന്റെ ശബ്ദം എനിക്ക് കേട്ടു. I knew it was senseless. അതുകൊണ്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ടും അഥവാ അർത്ഥശൂന്യമാണെന്നറിഞ്ഞിട്ടും but I yelled.
ഹെലോ ഹെൽപ്പ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഹെലോ രക്ഷിക്കൂ, വീണ്ടും വീണ്ടും നിലവിളിച്ചു. ദേ മസ്റ്റ് ഹാവ് ബീൻ ക്വൈറ്റ് നിയർ ദോ ഐ നെവർ സോ ദം ആൻഡ് ഓഫ് കോഴ്സ് ദേ ഡിഡ്ന്റ് സ്പോട്ട് മീ. എനിക്ക് അവരെ കാണുന്നില്ലെങ്കിലും അവർ അടുത്താണെന്നറിയാം. അവർക്കും എന്നെ കാണാൻ കഴിയുന്നില്ല. Then the noise of the planes faded and I was again alone. പിന്നെ പ്ലെയിനിന്റെ ശബ്ദം മങ്ങി. വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടു. But I was not disheartened. പക്ഷെ എനിക്കൊരിക്കലും നിരാശ തോന്നിയില്ല. I could walk. എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നു. I wasn't hungry and I could drink from the clear stream. എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടതുമില്ല. ആ തെളിഞ്ഞ അരുവിയിൽ നിന്നും എനിക്ക് വെള്ളം കുടിക്കാനും കഴിയുമായിരുന്നു. On my fourth day, I finished the sweets, the only nourishment I had. എൻ്റെ 4ാമത്തെ ദിവസം എനിക്കാകെ ഉണ്ടായിരുന്ന പോഷകാഹാരമായ മധുരം ഞാൻ തീർത്തു. I was swollen from the stings of mosquitoes and horseflies. കൊതുകും പ്രാണികളും കടിച്ച് എൻ്റെ ദേഹമാസകലം തടിച്ചു പൊങ്ങിയിരുന്നു. Here and there, armies of ants on the march blocked my path and struggling through the tangled undergrowth to avoid them, I covered only a miserable few hundred meters an hour. ഇവിടെയും അവിടെയും ഉറുമ്പിൻ്റെ കൂട്ടത്തിൻ്റെ വരിയായിട്ടുള്ള നടത്തം എൻ്റെ വഴി തടസ്സപ്പെടുത്തി. അവരെ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിപ്പിടർന്ന് കിടക്കുന്ന വള്ളികളുടെ അടിയിലൂടെ കഷ്ടപ്പെട്ട് ഞാൻ നടന്നു. 1 മണിക്കൂറിൽ കഷ്ടിച്ച് 100 മീറ്റർ മാത്രമേ നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ആ അരുവിയുടെ അരികിലൂടെ പോയി ഒരു വലിയ നദിയിൽ ഞാൻ എത്തി. As I pressed on downstream along its bank, I saw parrots, monkeys, and hummingbirds, and many varieties of tiny orchids growing on tree trunks. നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ തീരത്തൂടെ ഞാൻ ഒരു തത്തയെ, കുരങ്ങ്, ഹമ്മിങ് ബേർഡ് എന്നിവയൊക്കെ കണ്ടു. മരത്തിൻ്റെ തടിയിൽ വളരുന്ന പലതരത്തിലുള്ള ചെറിയ ഓർക്കിഡുകളെയും കാണാൻ സാധിച്ചു. ഇത്രയും പാരഗ്രാഫാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ഒരു പാർട്ടായിട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.